ഹായ് മക്കളെ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് വെച്ചൊന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് സ്മൈൽ ചെയ്ത് ചിരിച്ച് ചിരിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആവുന്നത് അല്ലെ? യെസ്. അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും റെഡി അല്ലേ? റെഡി ആയിട്ടുള്ളവരൊക്കെ എങ്ങനെ കാണിക്കും? യെസ്. അപ്പോ ഇന്ന് ടീച്ചർമാർ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പലർക്കും ഉള്ള ഡൗട്ടാണ്. പലരും എന്നോട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കൂ. നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ എല്ലാം പോസിറ്റീവായിട്ട് വരും അല്ലെ? സ്ഥിരമായിട്ട് നമ്മൾ എപ്പോഴും കേൾക്കും, പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ പോസിറ്റീവായിട്ട് വരും, നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ നമ്മുടെ ലൈഫും നെഗറ്റീവ് ആയി പോകും. അപ്പോ പലരും പറയാറുണ്ട്, ഞാൻ നന്നായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട്, ഈ ഐഡിയാസ് ഒക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്കത് കറക്റ്റ് റിസൾട്ട് കിട്ടുന്നില്ല എന്നൊക്കെ ചിലർ പറയാറുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് എന്തുകൊണ്ടായിരിക്കും? അതായത് ലോ ഓഫ് അട്രാക്ഷൻ ചിലർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ചിലർക്ക് നല്ല ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്നുണ്ട്, ചിലരുടെ ലൈഫ് തന്നെ മിറാക്കുലസ്ലി മാറുകയാണ്. അവര് ആഗ്രഹിക്കുന്ന വീടും കാറും സമ്പത്തും അവരാഗ്രഹിക്കുന്ന ലക്ഷറി ലൈഫും എല്ലാം കിട്ടുന്നു. പക്ഷെ ചിലർ അത് ട്രൈ ചെയ്ത് നോക്കുമ്പോ അവർക്കത് കിട്ടുന്നില്ല. അപ്പോ പലരും ചിന്തിക്കും, യൂണിവേഴ്സിന് പാർഷ്യാലിറ്റി ഉണ്ടോ? ചിലർക്ക് കുറച്ച് കൂടുതൽ കൊടുക്കാം, ചിലർക്ക് കുറച്ച് കൊടുക്കാം, ചിലർക്ക് ഒരു മീഡിയം ലെവലിൽ കൊടുക്കാം. അങ്ങനെ എന്തെങ്കിലും പാർഷ്യാലിറ്റി ഉണ്ടോ? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ യൂണിവേഴ്സിന് കുറച്ച് പാർഷ്യാലിറ്റി ഉണ്ടെന്ന്? ചിലർ പറയാറുണ്ട് കേട്ടോ. യൂണിവേഴ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ദൈവം പോലും എന്നെ കളഞ്ഞിട്ടേക്ക, ദൈവത്തിന് പോലും എന്നെ വേണ്ടാന്നൊക്കെ ചില മനുഷ്യർ പറയാറുണ്ട് അല്ലെ? ശരിക്കും മക്കളെ, അങ്ങനെ യൂണിവേഴ്സിന് പാർഷ്യാലിറ്റി ഉണ്ട്. അപ്പൊ നമ്മള് ഇന്ന് ഇതിനെക്കുറിച്ചാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഷോക്കിംഗ് ട്രൂത്ത് പറഞ്ഞുതരാൻ പോവാണ്. ലോ ഓഫ് അട്രാക്ഷൻ എല്ലാവർക്കും ഒരുപോലെ വർക്ക് ചെയ്യാത്തതിന്റെ കാരണം എന്താണ് എന്നും അത് നമ്മൾ എങ്ങനെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി ചെയ്താൽ നമ്മുടെ ലൈഫിൽ നമുക്ക് എങ്ങനെ 100% റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ. അപ്പോ ഇതില് എന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് എ ബിസിനസ് കോച്ച്. അപ്പോ ഇതുപോലുള്ള ഒരുപാട് ഫ്രീ ക്ലാസ്സുകൾ, മുന്നേ എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ ടീച്ചർമാർ നമ്മുടെ സുജ ആർ മോഹൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്ലേലിസ്റ്റ് അതിലുണ്ട്. അപ്പൊ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഓരോ വീഡിയോസ് ആയിട്ട് എടുത്ത് കാണുക. കാര്യം ഒരുപാട് കണ്ടന്റ് ടീച്ചർമാർ ഈ ഫ്രീ ക്ലാസ്സിലൂടെ തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കി അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ അത്രയും മാറ്റങ്ങൾ വരും കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. വൈ ലോ ഓഫ് അട്രാക്ഷൻ ഡസൻ വർക്ക് ഫോർ എവ്രി വൺ? എല്ലാവർക്കും എന്തുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല? അപ്പൊ ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഇതിനെ കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടാവില്ല. അവർ വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ച് യൂട്യൂബിൽ ചില വീഡിയോസ് ഒക്കെ എടുത്തു വെച്ച് കാണും. വീഡിയോസ് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് അതിനകത്ത് ഇന്ന ടെക്നിക്ക്, 555 ടെക്നിക്ക്, അല്ലെങ്കിൽ പിന്നെ വാട്ടർ ബോട്ടിൽ ടെക്നിക്ക്, പില്ലോ ടെക്നിക്ക്, ഇങ്ങനെ കുറെ ടെക്നിക്സ് ഒക്കെ കേൾക്കുമ്പോൾ ഇവർ വിചാരിക്കും ഓക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോ ചിലര് അത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ചിലർക്ക് അത് സക്സസ്ഫുൾ ആവും, ചിലർക്ക് എന്ത് ചെയ്യും അത് നടക്കത്തില്ല. അപ്പൊ അവര് പറയൂ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ ചുമ്മാതെയാണ്, പറ്റിപ്പാണ്, തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞ് അവർക്ക് അതിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. മക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്ത് എഴുതിക്കോളൂ. അതിന് 3 കാര്യങ്ങൾ വേണം. അതായത് നമ്മുടെ ചിന്തകൾ, നമ്മുടെ തോട്ട്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. തോട്ട്സ്, അതുപോലെ നമ്മുടെ ഫീലിങ്സ്, ബിലീവ്സ്, ഇതെല്ലാം വർക്ക് ചെയ്തെങ്കിലേ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യത്തുള്ളൂ. അതായത് പലരും എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കും, അതിനെപ്പറ്റി ചിന്തിക്കും, തോട്ട്സ് അതിനനുയോജ്യമായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് കൊടുക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരാൾക്ക് ഒരു വീട് മാനിഫെസ്റ്റ് ചെയ്യണം. അവരിങ്ങനെ ചിന്തിക്കും, എനിക്ക് വീട് വേണം. അപ്പൊ ആ വീടിനെ കുറിച്ച് ചിന്തിക്കും. ആ വീട്ടിലെ അവര് പിന്നെ ആ വീട്ടിലെ ഓരോ മുറികൾ, ആ വീട്ടില് താമസിക്കുന്നതായിട്ടൊക്കെ പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കും. പക്ഷെ ഇവരുടെ ഫീലിംഗ് എന്തായിരിക്കും എന്നറിയോ? നെഗറ്റീവ് ആയിരിക്കും. അതായത് എനിക്ക് വീടില്ലല്ലോ. വിഷൻ ബോർഡിലൊക്കെ ചിലപ്പോൾ ഒട്ടിച്ചു വെക്കും വീടിന്റെ പടം. എന്നിട്ട് മനസ്സിൽ വിഷൻ ബോർഡ് കാണുമ്പോൾ അയ്യോ എത്ര നാളായിട്ട് ഞാനിത് വിഷ്വലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര നാളായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, എനിക്ക് എന്താ ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഒരു സൈഡിൽ കൂടെ ഇവര് പോസിറ്റീവായിട്ട് ചിന്തിക്കും, അടുത്ത സൈഡിൽ കൂടെ എന്ത് ചെയ്യും? നെഗറ്റീവ്. നിങ്ങൾക്ക് അറിയാമോ? പോസിറ്റീവ് പ്ലസ് നെഗറ്റീവ് ന്യൂട്രൽ ആയി പോകും, ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാത്ത. നമ്മൾ ഒരു കാര്യം വേണമെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ച് അതിനെ നമ്മൾ പൂർണ്ണമായ വിശ്വാസത്തോടെ അത് പ്രാക്ടീസ് ചെയ്തെങ്കിലേ നടക്കൂ. ഒരു സൈഡിൽ കൂടെ നമ്മൾ അഫർമേഷൻസ് പറയും, ഒരു സൈഡിൽ കൂടെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കും, എനിക്ക് പിന്നെ വീട് വേണം, അല്ലെങ്കിൽ എനിക്കൊരു ജോലി കിട്ടണം. ആ ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ നിരന്തരം അതിനു വേണ്ടിയിട്ട് പിന്നെ പോസിറ്റീവായിട്ടൊക്കെ ചിന്തിക്കും. പക്ഷേ
മനസ്സില് ഇവർക്ക് മാക്സിമം നിൽക്കുന്ന ചിന്തകൾ കുറച്ചു നേരം മാത്രമേ പോസിറ്റീവായിട്ട് ചിന്തിക്കൂ. ബാക്കി സമയം മൊത്തം ഇവരെന്ത് ചെയ്യും? നെഗറ്റീവായിട്ട് ചിന്തിക്കും. അയ്യോ എത്ര നാളായി വീടിനെ കുറിച്ച് ചിന്തിക്കുന്നു, വീട് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് വീട് കിട്ടുവോ എന്നൊക്കെയുള്ള ആ ഒരു വിശ്വാസക്കുറവുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ജോലി കിട്ടുന്നല്ലോ, ഞാൻ എത്ര നാളായിട്ട് ശ്രമിക്കുന്നു, എന്റെ കൂടെ ഉള്ളവർക്കൊക്കെ ജോലിയായി, അവരൊക്കെ നല്ല സാലറി മേടിക്കുന്നു, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? മനസ്സിലാവുന്നോ? ഇവരുടെ ഫീലിങ്സ് എന്താണ്? നെഗറ്റീവാണ്. ഇവരുടെ വിശ്വാസം എന്താണ്? ഇവർക്ക് വിശ്വാസമില്ല. അപ്പോ ഫീലിങ്സും ബിലീഫും ഇല്ലാതെ യൂണിവേഴ്സ് എങ്ങനെയാ മക്കളെ റെസ്പോണ്ട് ചെയ്ത്? യൂണിവേഴ്സ് എപ്പോഴും നമ്മുടെ ഫീലിങ്സിനനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? എഴുതി വെച്ചോളൂ, 100% ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ഇറ്റ്. നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. അതായത് കണ്ണടച്ച് വിശ്വസിക്കുക എന്ന് പറയില്ലേ, അതുപോലെ വിശ്വസിക്കണം. ഞാൻ എന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. എന്റെ ഹെൽത്ത് ബ്ലെസ്സിങ്ങിലൂടെ ഞാൻ കടന്നു പോകുന്ന സമയത്ത് പിന്നെ ഈ ചിലർ ആദ്യമായിട്ട് കാണുന്നവർക്ക് എന്താണ് ഹെൽത്ത് ബ്ലെസ്സിങ്? നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. നമ്മൾ ഈ രോഗം എന്നുള്ള വേർഡിന് നമ്മൾ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ഒരു കോഡ് വാക്കാണ് കേട്ടോ. അപ്പൊ ആ ഒരു ഹെൽത്ത് ബ്ലെസ്സിങ്ങിലൂടെ കടന്നു പോകുന്ന സമയത്ത് കേരളത്തിലെ എല്ലാ ന്യൂറോ സർജൻസിനെയും കാണിച്ചു. അപ്പൊ എല്ലാവരും അവരുടെ മാക്സിമം എന്റെ MRI റിപ്പോർട്ട് നോക്കിയിട്ട് എല്ലാ ഡോക്ടേഴ്സും കൈയൊഴിഞ്ഞൊരു കേസ്. അവര് ഇതിനകത്തിന് പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ അവസാനം പോയ ഡോക്ടറെ അടുത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കും, ദൈവമേ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് അദ്ദേഹം പറയണേ, ഓക്കെ ഇത് മാറും, മെഡിസിൻ എടുത്താൽ മതി എന്നൊക്കെ പറയണേന്ന് വിചാരിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്കും. ആ ഡോക്ടറും പറഞ്ഞു ഒരു ഹോപ്പും ഇല്ല, ഒരു പ്രതീക്ഷയില്ല. മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എല്ലാവരും കൈവിടുമ്പം പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ആ ഒരു വിശ്വാസത്തിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞൊരു ഈസി കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ ലൈഫിലൊക്കെ ഒരു കാര്യം വരുമ്പോ നിങ്ങൾ എത്രത്തോളം ഉറച്ചു വിശ്വസിക്കാറുണ്ട് അതൊക്കെ എനിക്ക് അനുകൂലമായിട്ട് വരുമെന്ന്, അല്ലെ? പലരും എന്ത് ചെയ്യും? തകർന്നടിയും. നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങളടുത്ത് നിന്ന നിപ്പിൽ പറയാണ് ഇനി കട്ടിലിൽ ഒരിക്കലും എഴുന്നേക്കാൻ പറ്റൂല, ഇതോടെ നമ്മുടെ ജീവിതം കട്ടിലില് ഞാനിങ്ങനെ ആ 4 ചുവരുകൾ നോക്കി, മുകളിൽ ഫാൻ കറങ്ങുന്നത് നോക്കി ഒരു കട്ടിലിൽ കിടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കി. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങള് പൂർണ്ണമായിട്ടും വിശ്വസിക്കൂ ഈ അവസ്ഥയൊക്കെ മറികടന്ന് എനിക്ക് വരാൻ പറ്റുമെന്ന് വിശ്വസിക്കൂ ഇല്ലയോ? വിശ്വസിക്കൂ എന്നുള്ളൊരു യെസ് എന്നിടും. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കോ ഇല്ല? വിശ്വസിക്കൂ എന്നുള്ളൊരു യെസ് എന്നിടും, വിശ്വസിക്കില്ല എന്നുള്ളൊരു നോ എന്നിടും. സത്യസന്ധമായിട്ട് നിങ്ങൾ ഇടും. യെസ് ആണോ നോ ആണോ? നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ചു നോക്കേ. അപ്പോ ആ സമയത്ത് ടീച്ചർമ്മ എന്ത് ചെയ്തു? ബ്ലൈൻഡ്ലി വിശ്വസിച്ചു പ്രപഞ്ച ശക്തിയിൽ. യെസ്, എനിക്കറിയില്ല എങ്ങനെയാന്ന്, പക്ഷേ എന്റെ പ്രപഞ്ചശക്തി എന്നിൽ വർക്ക് ചെയ്യും, എനിക്ക് അനുകൂലമാക്കി തരും. എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്, എന്റെ ദൈവം എല്ലാം എനിക്ക് അനുകൂലമാക്കി തരുമെന്ന് ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു മക്കളെ. കണ്ണടച്ച് ആ സമയത്ത് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സാധാരണ എല്ലാവർക്കും ഇമ്പോസിബിൾ ആയിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു. അങ്ങനെ കണ്ണടച്ച് വിശ്വസിച്ചത് കൊണ്ടാണ് ഇന്ന് ടീച്ചർമാർ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. ഒരു മെഡിസിനും എടുക്കുന്നില്ല, ഫുൾ ടൈം നിങ്ങൾ കാണുന്നതാണ് രാവിലെ രാത്രി വരെ ക്ലാസ്, പിന്നെ ഫുൾ ടൈം എഴുന്നേറ്റ് നടക്കുകയല്ല ചെയ്തത്. ഞാൻ പറയില്ല, 4 കാലിൽ കിടന്ന് ചാടുകയാണ്. ജിമ്മിൽ പോയി ഡെയിലി 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ എടുത്ത് തന്നെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലേക്കൊക്കെ എങ്ങനെ എത്തി? അതാണ് നമ്മുടെ മനസ്സിന്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൈൻഡ്ലി വിശ്വസിക്കണം. ഞാൻ എന്റെ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും വിശ്വാസമില്ല. പലരും മനസ്സിൽ ഇങ്ങനെ ഡൗട്ട് അടിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യും. അയ്യോ ഇതൊക്കെ നടക്കൂ. എന്നെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞാല് ലോ ഓഫ് അട്രാക്ഷന്റെ ലോകം മാജിക്കിന്റെ ലോകമാണ് മക്കളെ. മാജിക്കിന്റെ ലോകം അല്ലെങ്കിൽ ഇനി ഒരിക്കലും കട്ടിലേത് എഴുന്നേക്കില്ല എന്ന് പറഞ്ഞ ആൾ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കും. കയ്യിൽ 5 പൈസ ഇല്ലാതിരുന്ന ഒരാൾ ഇത്രയും സക്സസിലേക്ക് എത്തും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ മാജിക്കാണ്. ഓരോരുത്തരുടെയും വിശ്വാസം ഡിഫറെന്റ് ആയിരിക്കും. എനിക്കത് മാജിക്കാണ്. അപ്പൊ നിങ്ങൾ മാജിക്കൽ നിങ്ങൾ വിശ്വസിക്കത്തില്ലേ? അതുപോലെ നിങ്ങളുടെ ലൈഫ് മാജിക്കലി മാറുമെന്ന് എന്ത് ചെയ്യുക? കണ്ണടച്ച് വിശ്വസിക്കുക. അപ്പൊ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചിട്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള കാര്യങ്ങൾ എണ്ണാൻ പറ്റുന്നത്. ഞാൻ അതിന്റെ സക്സസ് സ്റ്റോറി പറഞ്ഞാൽ ഇന്നും നാളെയും തീരത്തില്ല, അതുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നിങ്ങൾക്ക് പണം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്, പക്ഷേ മനസ്സ് നിറയെ പേടിയാണ്, അതായത് ഫിയർ ആണ്. അയ്യോ എന്റെ കയ്യിൽ ഇപ്പൊ 5 പൈസ ഇല്ല, അപ്പോ എങ്ങനെയാ എനിക്ക് ഇനി പൈസ വരിക? എന്നിലേക്ക് പൈസ വരുമോ? അതിനിപ്പോ എങ്ങനെ വരും? അതിന് വേറൊരു മാർഗവും ഇല്ലല്ലോ. മനസ്സിലാവുന്നു? പൈസ വേണം, പക്ഷെ ചിന്തകൾ മൊത്തം നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് പണം വേണം, പക്ഷെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു വിശ്വാസമില്ലായ്മ ഉണ്ടല്ലോ, ആ ഒരു അവസ്ഥയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോ അതുപോലെ തന്നെ ചിലരുടെ മനസ്സിലുള്ള വിശ്വാസം, ബിലീഫ് എന്ന് പറയുന്നത് പണം സമ്പാദിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതൊന്നും പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. അതാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ നമുക്ക് നേടാൻ പറ്റത്തില്ല. അപ്പൊ നമുക്കറിയാലോ യൂണിവേഴ്സ് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ച്
പ്രതികരിക്കും. നമ്മുടെ ഇമോഷൻ എന്താണോ അതിനനുസരിച്ച് പ്രതികരിക്കും. അപ്പൊ ആളുകള് ചെയ്യുന്ന വളരെ വലിയൊരു ബിഗ് മിസ്റ്റേക്ക് എന്താണെന്ന് അറിയാവോ? മിസ്റ്റേക്ക് നമ്പർ 1 എന്ന് പറയുന്നത്, അവർ അഫർമേഷൻ പറയും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഐ ആം റിച്ച്, ഐ ആം റിച്ച്, ഐ ആം റിച്ച്, ഞാൻ സമ്പന്നനാണെന്ന് അഫർമേഷൻ പറയും. പക്ഷേ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അയ്യോ ഞാൻ സമ്പന്നനല്ലല്ലോ എന്നുള്ള ചിന്ത അവരുടെ ഉള്ളിന്റെ ഉള്ളിലിരിക്കും. മനസ്സിലാവുന്നു? അപ്പൊ നമ്മള് കയ്യിൽ പൈസ ഇല്ലാതിരിക്കുമ്പോ നമ്മള് സമ്പന്നനാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ആ ഒരു ബിലീഫ് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ പോസിറ്റീവും നെഗറ്റീവും കൂടെ വർക്ക് ചെയ്യത്തില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സ് നമ്മൾ എന്ത് ഇമോഷനാണ് കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. നമ്മളെ കയ്യിൽ 5 പൈസ ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കണം നമ്മൾ റിച്ച് ആണ്, സമ്പന്നനാണ്, നമ്മൾ അബണ്ടൻസിൽ ജീവിക്കുന്നതായിട്ട് മനസ്സിൽ ഉറച്ചു വിശ്വസിക്കണം. അപ്പൊ പലർക്കും തോന്നും ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യത്തുള്ളൂ. മിസ്റ്റേക്ക് നമ്പർ 2, എല്ലാവരും ചെയ്യുന്ന, മിക്കവാറും പേര് ചെയ്യുന്ന മിസ്റ്റേക്ക് നമ്പർ 2 എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് എന്തോരം അനുഗ്രഹങ്ങൾ ദൈവം ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ഇതുവരെ നമ്മുടെ ലൈഫിൽ ലഭിച്ചിട്ടുള്ള പണം, നമ്മൾ 3 നേരം അന്നം കഴിക്കുന്നത് നമ്മുടെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ടല്ലേ. നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടിയത് നമ്മുടെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ടല്ലേ. ഇപ്പൊ ഇതില് ഇന്റർനെറ്റ് നിങ്ങളുടെ ഫോണിൽ ചാർജ് ചെയ്തിട്ടുള്ളത്, നെറ്റ് ചാർജ് ചെയ്തിട്ടുള്ളത് പൈസ ഉള്ളത് കൊണ്ടല്ലേ മക്കളെ. ഈ ഒരു സൂം പ്ലാറ്റ്ഫോം ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതുള്ളത് കൊണ്ടല്ലേ നമുക്കിപ്പോ കണക്ട് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് അല്ലെ. എനിക്ക് നിങ്ങളെ കാണാൻ, നിങ്ങൾക്ക് എന്നെ കാണാൻ ഒക്കെ പറ്റും. നമുക്ക് ഈ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം, നമുക്ക് അതുള്ളത് കൊണ്ടല്ലേ വീഡിയോസ് കാണാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്തിനോടും ഏതിനോടും വേണ്ടുന്ന കാര്യമാണ് നന്ദി എന്ന് പറയുന്നത്. പല മനുഷ്യർക്കുണ്ടല്ലോ നന്ദിയില്ല. ദൈവം എന്തൊക്കെ കൊടുത്താലും അവര് പരാതി പറഞ്ഞുകൊണ്ടിരിക്കും, ദൈവമേ എനിക്കൊന്നും തന്നില്ല, നീ എല്ലാവർക്കും കൊടുത്ത പോലെ എനിക്കും തന്നോളൂ. എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഇല്ല. ഇപ്പൊ ദേ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. ഈ മഴയത്തും കോരിച്ചൊരിയുന്ന മഴയത്തും ഒരു വീടില്ലാതെ കടത്തുണ്ടെങ്കിലും ബസ് സ്റ്റാൻഡിലും കിടക്കുന്ന എത്രയോ പേരുണ്ട് അല്ലെ. നമ്മൾ റോഡിൽ, നമ്മളിങ്ങനെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ചില ഇതുണ്ടല്ലോ നാടോടികൾ, അവര് റോഡിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ ടെന്റ് ഒക്കെ കെട്ടി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾ അവിടെ ഒരു മരത്തിനകത്ത് ഒരു ഊഞ്ഞാലൊക്കെ കെട്ടി ഇങ്ങനെ അല്ലെ ആട്ടുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കണം, ദൈവമേ അവര് റോഡ് സൈഡിൽ കിടക്കുന്നു, എനിക്ക് താമസിക്കാൻ ഒരു വീടുണ്ട്. ചിലപ്പോ നമുക്ക് വാടക വീടായിരിക്കും, അറ്റ്ലീസ്റ്റ് വാടകയ്ക്കെങ്കിലും നമുക്ക് മഴ നനയാതെ കയറി കിടക്കാൻ ഒരു വീടുണ്ടല്ലോ. മനസ്സിൽ തട്ടി നന്ദി പറയണം. നന്ദി എന്ന് പറയുന്നത് ദൈവം ഇത് തന്നതിന് നന്ദി, അത് തന്നതിന് നന്ദി, ഇങ്ങനെ ചുമ്മാ ഒരു ഇതല്ല. നമ്മുടെ ആ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരണം മക്കളെ ആ നന്ദി, ആ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ പല മനുഷ്യരെയും കണ്ടിട്ടുണ്ട്. ഞാൻ പലർക്കും ഞാൻ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ചങ്ക് പറിച്ചു കൊടുത്ത് സ്നേഹിക്കും. അത്രയും ആത്മാർത്ഥമായിട്ട് ഞാൻ സ്നേഹിക്കും. നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും. അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുത്താലും അവര് ആ കാര്യം നടക്കുന്നവരെയൊക്കെ ഇങ്ങനെ കാര്യമായിട്ട് നിൽക്കും. അത് കഴിഞ്ഞ് അവരുടെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മ, നന്ദി ഇല്ലായ്മയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നി ഈ മനുഷ്യർക്ക് 1% പോലും ഒരു നന്ദിയില്ലല്ലോ. നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യാറുണ്ട് അല്ലെ. നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടില്ലേ, നമ്മൾ എന്തൊക്കെ ആൾക്കാർക്ക് ചെയ്തു പക്ഷെ അവർക്കൊരു നന്ദിയില്ല. അപ്പൊ ഈശ്വരനും അതുപോലെ നന്ദി ഉള്ളവർക്ക് എന്ത്, ഇപ്പൊ നമ്മൾ ആർക്കെങ്കിലും ഒക്കെ സഹായം ചെയ്തു കൊടുത്തു അവർക്ക് നല്ല ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. അവരെപ്പോഴും നമ്മളിത് ഇങ്ങനെ നന്ദി പറയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം. അവരെത്ര നന്ദിയുള്ളവരെ പിന്നെയും പിന്നെ നമുക്ക് അവർക്ക് കൊടുക്കാൻ തോന്നുന്നു അല്ലെ. നമ്മൾ പല മനുഷ്യരെ ആലോചിക്കും, ഇതുങ്ങളൊന്നും ഒരു നന്ദി ഇല്ലാത്തവർ, ഇവർക്ക് എന്തിനാ ഈ കൊടുക്കുന്നത് എന്ന് നമുക്ക് തോന്നാറില്ല. അതുപോലെയാണ് ഈശ്വരനും. ദൈവത്തോട് നന്ദി പറയുന്നവർക്ക് ഇഷ്ടം പോലെ സൗഭാഗ്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് എന്ത് ചെയ്യണം, എന്റെ മക്കളെല്ലാവരും വിശ്രമം കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും എന്ത് ചെയ്യണം, എപ്പോഴും നമ്മള് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. പ്രത്യേകിച്ച് നമ്മുടെ ലൈഫിൽ ലഭിച്ചിട്ടുള്ള പണത്തിന് നന്ദി പറയണം കേട്ടോ. നന്ദി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും കൊണ്ടുതരാനായിട്ട് സഹായിക്കും. നമ്മൾ എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അതിനെയൊക്കെ നോക്കി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. നിങ്ങൾ നമ്മുടെ എല്ലാ വീഡിയോസിന്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെഗാമീറ്റപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കിടപ്പുണ്ട്. ആ ലിങ്ക് വഴി നമ്മുടെ 15ഓളം ഗ്രൂപ്പുകളുണ്ട് മെഗാമീറ്റപ്പ് ഗ്രൂപ്പ്. അതിനകത്ത് ഏത് ലിങ്കാണോ ഉള്ളത് അതിനനുസരിച്ച് ആ ഗ്രൂപ്പിൽ നിങ്ങൾ കയറുക. അതിൽ എല്ലാ ദിവസവും 28 ഡേയ്സ് മാജിക് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് വിശ്രമയുടെ പേഴ്സണൽ സെക്രട്ടറി വീഡിയോസിൽ അത് നിങ്ങൾ ആ വീഡിയോസ് കയറി കണ്ട് ഡെയിലി അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ആ 28 ഡേയ്സ് മാജിക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ എന്തോരം റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ശരിയില്ല, അത് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം അത്രയും നമ്മൾ പോസിറ്റീവായിട്ട് മാറും. അതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ശരിയായിട്ട് ഇസ്രോ പറഞ്ഞതൊക്കെ സത്യമാണ്, ഇതൊക്കെ മനുഷ്യന്റെ ലൈഫ് മാറ്റും. ഞാൻ എല്ലാവരോടും ഇങ്ങനെ പറയുമ്പോൾ ചിലർക്കൊക്കെ അതിൽ വിശ്വാസമില്ലാത്തവരുണ്ട്. നിങ്ങൾ ആ മാജിക് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, നിങ്ങളുടെ ലൈഫ് കൺമുന്നിൽ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോ പിന്നെ മെയിൻ ആയിട്ട് ആളുകൾ ചെയ്യുന്ന 3ാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് കൺസിസ്റ്റൻസിയാണ്, സ്ഥിരതയില്ലായ്മ. അതായത് കുറച്ച് ദിവസം ഈ പ്രാക്ടീസ് ഒക്കെ ചെയ്യും, പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്കൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് അതിനെ കളഞ്ഞിട്ട് പോകും. പിന്നെ വീണ്ടും വരും, വീണ്ടും പ്രാക്ടീസ് ചെയ്യും, കുറച്ച് ദിവസം ചെയ്യും, പിന്നെ ചെയ്യത്തില്ല. അപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയോടെ നമ്മൾ നിരന്തരം വിശ്വാസത്തോടെ നമ്മൾ
ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കണം. ടീച്ചർ കഴിഞ്ഞ 5 വർഷമായിട്ടുണ്ട് എന്റെ ഒരു ദിവസം ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ഇല്ലാത്ത ഒരു ദിവസം എന്റെ ജീവിതത്തിലില്ല. എവറി സിംഗിൾ ഡേ എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഓരോ നിമിഷവും ഗ്രാറ്റിറ്റ്യൂഡ് പറയാതെ നമുക്ക് കടന്നു പോകത്തില്ല. അത്രയും നന്ദിയോടെയാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക മക്കളെ. അതുപോലെ നമ്മൾ പോസിറ്റീവ് തിങ്കിങ് മാത്രം പോരാ, പോസിറ്റീവ് തിങ്കിങ് വേണം. അതുപോലെ നമ്മൾ ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുത്തെങ്കിലേ റിസൾട്ട് കിട്ടും. പലരും ആക്ഷൻ എടുക്കുന്ന പാർട്ട് വരുമ്പോ നമുക്ക് ആക്ഷൻ എടുക്കാനൊന്നും പ്രവർത്തിക്കാനൊന്നും ജോലി കിട്ടണം, ഇന്റർവ്യൂവിന് പോവുക, അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു CV അയക്കുക, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, അതിനൊക്കെ മടി പിടിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് അയ്യോ എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇറങ്ങി തിരിച്ചാൽ എല്ലാം നമുക്ക് കിട്ടും. നമ്മള് പിന്നെ പൗലോ കൊയ്ലോ അൽക്കെമിസ്റ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ പറയുന്നത് കേട്ടില്ലേ, നിങ്ങൾ അതിതീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങളിലേക്ക് എത്തിക്കാൻ പ്രപഞ്ചം ഗൂഢാലോചന ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ അതിന്റെ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ അതിനു വേണ്ടി അങ്ങ് ഇറങ്ങി തിരിക്കണം. ഞാൻ ഒരിക്കൽ സെറ്റ് ചെയ്തിരുന്ന എന്റെ ഗോളാണ്, എന്റെ യൂട്യൂബ് ചാനലിൽ എനിക്ക് 1 lakh സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നിരന്തരം വീഡിയോസ് ഇടുന്നു, അത് വിഷ്വലൈസ് ചെയ്യുന്നു. ആ സക്സസ് വന്നപ്പോ നിങ്ങൾ എന്റെ ഷോർട്സ് കണ്ടിട്ടില്ല, ഞാൻ അത്രയും ചാടിത്തുള്ളൂ. കാര്യം നമ്മൾ അതുപോലെ ആഗ്രഹിച്ച് നേടിയതായതുകൊണ്ട് അത്രയും സന്തോഷം വരുന്നത്. അതുപോലെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും മനസ്സിലൊരു ഗോൾ സെറ്റ് ചെയ്യുന്നു, അത് നേടുന്നു, സന്തോഷിക്കുന്നു. അപ്പൊ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കാതെ നമുക്ക് എങ്ങനെയാ മക്കളെ റിസൾട്ട് കിട്ടുക? അപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട 3 സ്റ്റെപ്പുകൾ എഴുതിക്കോളൂ. സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് ആസ്ക്, പ്രപഞ്ചത്തോട് ചോദിക്കുക. അതൊരു ക്ലാരിറ്റിയോടെ ചോദിക്കണം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? പലർക്കും അറിയത്തില്ല അവർക്ക് എന്താ വേണ്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് 1 ലക്ഷം രൂപ മാസം സമ്പാദിക്കണം, ഇതാണ് നിങ്ങളുടെ ഗോൾ എന്ന് വെച്ചോ. 1 lakh rupees per month. അപ്പൊ നിങ്ങൾ യൂണിവേഴ്സിന് കറക്റ്റ് ക്ലാരിറ്റിയിൽ എനിക്ക് ഇതാണ് വേണ്ടത്, എനിക്ക് 1 ലക്ഷം രൂപ പെർ മന്ത് ഇൻകം വേണം, ഇതാണ് നിങ്ങളുടെ സ്റ്റെപ്പ് നമ്പർ 1. നിങ്ങൾ ക്ലാരിറ്റിയോടെ യൂണിവേഴ്സിനോട് ചോദിക്കുകയാണ്. ഇനി സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് ബിലീവ് ചെയ്യുക, ഫീലിങ്സോട് കൂടി വിശ്വസിക്കാം. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വിഷ്വലൈസേഷൻ ചെയ്യണം. എങ്ങനെയാ വിഷ്വലൈസ് ചെയ്യേണ്ടത്? അതായത് 1 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾ ഇങ്ങനെ കാണുക. അതുപോലെ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് വർദ്ധിച്ചു വരുന്നു, നിങ്ങളുടെ ഫാമിലി സന്തോഷം കൊണ്ട് നിങ്ങളെ ഹഗ് ചെയ്യുന്നു, നിങ്ങൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നിങ്ങളുടെ സ്മൈലിംഗ് ഫേസ് ഒക്കെ കാണുക. അപ്പൊ ആ ഒരു ഫീലിങ്ങോടെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. അതുപോലെ നമ്മൾ അഫർമേഷൻസ്, ഇമോഷനോട് കൂടി അഫർമേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ബിലീഫ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇതെടുത്ത് മാറ്റിയിട്ട് ബിലീഫ് അല്ലെങ്കിൽ വിശ്വാസം ഇല്ലാതെ നമുക്ക് ഒന്നും നടക്കത്തില്ല. പലർക്കും മെയിൻ ആയിട്ട് വരുന്ന പ്രശ്നം അതാണ്, വിശ്വാസം ഇല്ല. ചിലർ വിചാരിക്കുക ഏതെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം, നടക്കുമെന്തോ, നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വാസം ഇല്ലായ്മയിൽ പോകുന്നത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഗോൾ നടക്കാതെ പോകുന്നത്. നേരത്തെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞില്ലേ, എനിക്ക് എല്ലാവരും കൈവിട്ടപ്പോഴും ഞാൻ അടിയുറച്ച് വിശ്വസിച്ചു, ഇല്ല എന്റെ ഈ ഗോൾ നടക്കും എന്ന് ചിന്തിച്ചത് കൊണ്ട് നടന്നു. അപ്പൊ അത്രയും അചഞ്ചലമായിട്ടുള്ള വിശ്വാസം നമുക്ക് വേണം. ഓക്കെ, ഇനി സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് റിസീവ്. റിസീവ് എന്ന് പറഞ്ഞാൽ എന്താ? ടേക്ക് അലൈൻഡ് ആക്ഷൻ. നമ്മൾ ആ അലൈൻമെന്റിലേക്ക് എത്തണം. നമ്മൾ പ്രപഞ്ചവുമായിട്ട് അലൈൻമെന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ യൂണിവേഴ്സ് തന്നെ ഇൻഡ്യൂഷൻസ് തന്ന് നമ്മളെ നയിക്കും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഇൻഡ്യൂഷൻസിനെ ഫോളോ ചെയ്താൽ മതി, നമുക്ക് സക്സസ് കിട്ടും. അപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ ഇങ്ങനെ ഓരോ ഇൻഡ്യൂഷൻസ് വരും, സുജ ഇന്ന കാര്യം ചെയ്യും, ഇന്നത് ചെയ്യും, ഇന്നത് ചെയ്യും. അപ്പൊ അതിനനുസരിച്ച് ഞാൻ ആക്ഷൻ എടുക്കുന്നു, ആ ആക്ഷനിലൊക്കെ സക്സസ് കിട്ടുന്നു. കാര്യം എന്താ? യൂണിവേഴ്സ് തരുന്ന ഇൻഡ്യൂഷനെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് സക്സസ് ഉറപ്പാണ്. അപ്പൊ നിങ്ങളൊക്കെ ആ ഒരു അലൈൻമെന്റിലേക്ക് എത്തണം. അപ്പൊ നമ്മുടെ സിൽവർ ക്ലാസ് എടുത്തിട്ടുള്ള സ്റ്റുഡൻസിന് അറിയാം, അതില് ടീച്ചർമാർ പറഞ്ഞത് പ്രാക്ടീസ് എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തവരൊക്കെ ആ ഒരു അലൈൻമെന്റ് സ്റ്റേജിലേക്ക് എത്തി. അപ്പൊ ഈ മാസത്തെ നമ്മുടെ നവംബർ മാസത്തെ അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഡിസംബർ 2-ാം തീയതി മാത്രമേ സിൽവറിന്റെ പുതിയ ബാച്ച് ഉള്ളൂ. അപ്പൊ നമ്മൾ ആ ഒരു അലൈൻമെന്റിലേക്ക് എത്തിച്ചേരുക, എന്നിട്ട് അലൈൻഡ് ആക്ഷൻ എടുക്കണം. അപ്പൊ നമ്മള് 1 ലക്ഷം രൂപ പെർ മന്ത് നമുക്ക് സമ്പാദിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആക്ഷൻ എടുത്തോണ്ടിരിക്കും. നമ്മുടെ മനസ്സിലൊരു ഇൻഡ്യൂഷൻ വരുന്നു, ഇപ്പൊ നമുക്ക് ഒന്നുകിലൊരു ജോലി, അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണ്, അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് ഐഡിയ നമ്മളിലേക്ക് വരികയാണ്. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ 1 lakh പെർ മന്ത് നമുക്ക് ഇൻകം ലഭിക്കണം. അങ്ങനെയാണ് നമ്മളത് റിസീവ് ചെയ്യുന്നത്. മനസ്സിലാവുന്നോ? അപ്പോ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കാം. അതുപോലെ അചഞ്ചലമായ വിശ്വാസം ഉണ്ടായിരിക്കാം. നമ്മൾ അതിനനുസരിച്ച് ആക്ഷൻ എടുക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് വർക്ക് ചെയ്യും. ഇനി ലോ ഓഫ് അട്രാക്ഷൻ എനിക്ക് വർക്ക് ചെയ്യുന്നില്ല എന്ന് ഒരിക്കലും പറയരുത്. ടീച്ചർമാർ ഇന്ന് ഈ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുക തന്നെ ചെയ്യും കേട്ടോ. യൂണിവേഴ്സിന് ആരോടും പാർഷ്യാലിറ്റി ഇല്ല. യൂണിവേഴ്സ് എല്ലാവരും സക്സസ്ഫുൾ ആകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് ആണ്, അത് ടീച്ചർമാർ പറഞ്ഞതില്ല, അതെല്ലാം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ എല്ലാവരും കമന്റിൽ ഐ എം റെഡി ടു മാനിഫെസ്റ്റ് എന്ന് കമന്റ് ഇട്ടെ. ഐ എം റെഡി ടു മാനിഫെസ്റ്റ്, ഐ എം റെഡി ടു മാനിഫെസ്റ്റ്.
ഹായ് ടീച്ചറമ്മ, ഹായ്. താങ്ക് യു സോ മച്ച്. ആ. ഞാൻ എന്തുകൊണ്ട് നേരത്തെ കണ്ടില്ല? എനിക്ക് ശരിക്കും കരച്ചിൽ വരുന്നുണ്ട്. ആനന്ദ കണ്ണുനീർ അല്ലേ? അതെന്ന് വെച്ചാല് ഞാൻ ഈ ക്ലാസ് തുടങ്ങിയത് November 4th. ആ, അതിന് ഒരാഴ്ചക്ക് മുമ്പാണ് വീണ നായരുടെ അതെ അതെ ഇന്റർവ്യൂ കണ്ടത്. അതെ അതെ അപ്പൊ ഇതിനു മുമ്പ് ഈ നോർത്ത് ഇന്ത്യയിലെ ഒന്ന് രണ്ട് പേരുടെ വീഡിയോ ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് കണ്ടിട്ടുണ്ട്. ആ. ചെയ്തു, സെക്കൻഡ് ഡേ തന്നെ ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, പക്ഷെ വീണ നായരുടെ ആ ഒരു ഇത് കണ്ടതിന് ശേഷം എനിക്ക് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം, അങ്ങനെ ഞാൻ മെസ്സേജ് ഇട്ടു. ആ, ആ, അപ്പം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ എനിക്ക് റിപ്ലൈ വന്നു, അങ്ങനെ അത് ആ, ഞാൻ ജോയിൻ ചെയ്യാം. പക്ഷെ അത് ആ. November 4th എന്റെ ഹസ്ബൻഡ് മരിച്ചതിന് 12ാമത്തെ വർഷമായിരുന്നത്. അത് ശരി. ആ, ഈ 12 വർഷവും ടീച്ചറമ്മ എനിക്ക് ഒരുപാട് പെയിൻഫുൾ ആയിരുന്നു. ഞാൻ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ല, പക്ഷെ ഒരുപാട് ഓക്കെ ഓക്കെ ദുഃഖങ്ങളിൽ ഓക്കെ കൂടെയാണ് പോയത്, ഓക്കെ. പല രീതിയിലുള്ള ദുഃഖങ്ങൾ. അങ്ങനെ പിന്നെ ഞാനും മോനും മാത്രം, ഞാനൊരു സിംഗിൾ മദർ, അത് റേസ് ചെയ്ത് ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. ആ, ആ, പക്ഷെ എനിക്ക് എപ്പോഴും എന്റെ മെയിൻ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഉള്ളിൽ എപ്പോഴും നെഗറ്റിവിറ്റിയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ നടക്കുമ്പോഴും കഴിക്കുമ്പോഴും എല്ലാം ആ പഴയ കാര്യങ്ങള് ചിന്തിച്ച് ചിന്തിച്ച്. അത് ആ, മാത്രമേ വരുവുള്ളൂ, ആ. ഒക്കെ അങ്ങനെ. പക്ഷെ ഞാൻ ആ 2 ക്ലാസ് ആയപ്പോഴത്തേക്ക് എനിക്ക് ആ ടീച്ചർ പറഞ്ഞില്ലേ നമ്മളിതെല്ലാം എഴുതിയിട്ട് യെസ് യെസ്. ആ, അത് ഞാൻ ചെയ്തു. പക്ഷെ 2-3 ക്ലാസ് ആയപ്പോഴത്തേക്ക് ഇപ്പൊ എനിക്ക് ആരോട്, ഒന്നാമത്തെ എനിക്ക് ആരോട് ഈ പറഞ്ഞ പല ആൾക്കാരോട് ഒരു ദേഷ്യമില്ല. ദേഷ്യമില്ല. അത് മൊത്തത്തിൽ പോയി. ആ. ഇപ്പൊ ആ രണ്ടാമത്തെ കാര്യം എന്ന് സങ്കടങ്ങളൊക്കെ പറഞ്ഞാൽ മാറിയോ? എല്ലാം രണ്ടാമത്തെ ഈ ചിന്തകൾ വരുന്നില്ല. ആ, വെരി ഗുഡ് വെരി ഗുഡ്. ആ, അതൊരു എനിക്ക് ഭയങ്കര ഇത്, അങ്ങനെ ആ ഒരു 2 മാറ്റം ഒരു വലിയ മാറ്റം തന്നെയല്ലേ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാര്യം ഇത്രയും 12 വർഷമായിട്ട് കരഞ്ഞ് ജീവിച്ചതല്ലേ. അതെ. ശരിക്കും അതെ അതെ. ഇപ്പോഴെന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു വെറുപ്പോ ദേഷ്യം, എനിക്ക് എപ്പോഴും ഇങ്ങനെ ഓർക്കുമ്പോ ആ ഒരു വെറുപ്പുള്ളിൽ ഇങ്ങനെ ആ, ഉണ്ടായിരുന്നു. അപ്പൊ അതിന് താങ്ക് യു, ബിക്കോസ് അത് ഞാൻ എടുത്തു കളഞ്ഞു, അതെ 100% മനസ്സിൽ എടുത്തു കളഞ്ഞു. കളഞ്ഞു. വെരി ഗുഡ് വെരി ഗുഡ്. അതാണ് എനിക്ക് അത് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ കിടക്കുന്ന നെഗറ്റീവ്സ് ഒക്കെ എടുത്തു കളയുക. അങ്ങനെ. പിന്നെ എനിക്ക് എന്റെ കുറച്ച് സ്വർണം പണയം വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇന്ന് എടുക്കാൻ പറ്റി. വാവ്, എത്ര രൂപയ്ക്കായിരുന്നു വെച്ചിരുന്നേ? 2.5 ലക്ഷത്തിന്. ഓ, അത് ശരി അത് ശരി. ആ ഹാ ഹാ ഹാ. വെരി അത് ഗുഡ്. എല്ലാവരും ഷീജ മാമിന് നല്ലൊരു കാര്യം എടുക്കാം. സിൽവർ ക്ലാസ്സിൽ അറ്റൻഡ് അപ്പൊ ചെയ്തിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ആ, മുന്നേ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആ, തലവേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ തലവേദന ഇല്ലാത്ത ദിവസങ്ങളില്ല എനിക്ക്. ആ, അതിന്റെ കൂടെ ഇപ്പം പീരീഡ്സ് ആകുമ്പോ മെയിൻ ആയിട്ട് ആ. പീരീഡ്സിന് മുന്നേ തല പൊട്ടിപ്പോകുന്ന വേദന. ഹസ്ബൻഡ് പല വേദന. പ്രാവശ്യം ആ, പറഞ്ഞിട്ടുണ്ട്, നീ പോയി ആ, ഒന്ന് MRI എടുത്ത് നോക്ക്, എന്താണെന്നറിയില്ലല്ലോ ആ, ഇത്രയും ആ, തലവേദന, സഹിക്കാൻ പറ്റാത്ത ആ, തലവേദന. ആ, ടാബ്ലറ്റ് എടുത്ത് അങ്ങനെയും മിണ്ടാതെ കിടന്നുറങ്ങണം. അപ്പൊ ഈ ആ, ഫ്രസ്ട്രേഷൻ എല്ലാം കൂടെ കേറിയിട്ട് ഹസ്ബൻഡിന്റെ അടുത്ത് ചൂടായി. ഈ മൂഡ് സ്വിംഗ് ഒക്കെ ഇതിന്റെ ആയിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് ആ, മനസ്സിലായത്. ആ, 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 ഭയങ്കര മൂഡ് സ്വിങ്. ഇത് വരുന്നതിന് മുന്നേ പുള്ളി പറയാ, സമയമായി സമയമായി എന്ന് പറയും. കാരണം ആ. അത്രയും എനിക്ക് പ്രശ്നമായിരുന്നു. തലവേദന എനിക്ക് മിണ്ടുന്നതിന് മുന്നേ ചൂടാവുകയും ഒക്കെ ചെയ്യായിരുന്നു. ചെയ്യുമായിരുന്നു. പക്ഷേ ആ, എനിക്ക് കഴിഞ്ഞ ഈ ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ 2 മാസമായി. അതെ അതെ. ആ, ഇന്നേ വരെ, ഇത് ഈ നിമിഷം വരെ എനിക്ക് തലവേദന എന്ന് പറയുന്ന ഒരു സംഭവം വാവ്, ഉണ്ടായിട്ടില്ല. എല്ലാരും നല്ലൊരു കൈയടി കൊടുക്കൂ. ഞാൻ അതെന്റെ എന്റെ നെഞ്ചിൽ കൈവച്ച് പറയുകയാണ്, ഞാൻ ആ, കള്ളമൊന്നും അല്ല പറയുന്നത്. സിൽവർ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഈ നിമിഷം വരെ തലവേദന എന്താന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. വെരി ഗുഡ് വെരി പിന്നെ ഗുഡ്. പീരിയഡ്സ് വന്നിട്ട് പോലും ഞാൻ വന്നതും അറിഞ്ഞില്ല, പോയതും അറിഞ്ഞില്ല. എനിക്ക് അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാന്. അങ്ങനെ ആ പീരീഡ്സ് എത്ര വർഷങ്ങളായിട്ട് വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നു? വർഷങ്ങളായിട്ട്, അതായത് ഈ കല്യാണത്തിന് ശേഷമാണ് മെയിൻ ആയിട്ട് പ്രശ്നം. അതിനു മുന്നേ എനിക്ക് വയറുവേദന ആ, മാത്രം വരുമായിരുന്നു. ആ, ഇത് ഈ തലവേദന എന്ന് പറയുന്ന സംഭവം ഈ കല്യാണത്തിന് ശേഷമാണ് വരാൻ തുടങ്ങിയത്. ഈ പ്രശ്നങ്ങൾ എല്ലാം ആ, വന്നതിന് ആ, ശേഷമാണ് ഈ ആ, തലവേദന ആ, എനിക്ക് സ്റ്റാർട്ട് ചെയ്തത്. ആ, വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നതാ. ആ. ഇന്നത്തെ ഈ നിമിഷം വരെ സിൽവർ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം, ഞാൻ ഒക്ടോബറിൽ ജോയിൻ ചെയ്തതാണ്. അതുകൊണ്ടാണ് ഒക്ടോബർ 1 മന്ത് കഴിഞ്ഞിട്ട് ടീച്ചറമ്മ എന്നോട് പറഞ്ഞിരുന്നത് ഗോൾഡ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് ഒന്നുകൂടെ സിൽവർ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ഓക്കെ ശേഷം ഓക്കെ. മതി ആ, എന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് 2ാമത്തെ മാസമാണ്. ഈ നിമിഷം വരെ എനിക്ക് തലവേദന വന്നിട്ടില്ല. ഹായ് മക്കളെ. പറയാനില്ല. പറയൂ. ആ, എനിക്ക് ഞാനൊരു പിന്നെ സ്ഥലത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഞങ്ങൾക്ക് ആ സ്ഥലം കിട്ടി. ഞാൻ ആ, ഒത്തിരി ആഗ്രഹിച്ചതാണ് ആ ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ട്, വീടെടുക്കാൻ വേണ്ടി. ആ. ആനന്ദ കണ്ണുനീരാണ്. ഞാൻ കൊറേ ആയി ടീച്ചറമ്മ ഒന്ന് വിളിക്കും എന്ന് വെച്ചിട്ട്, അത് ഞാൻ ആഗസ്റ്റില് ടീച്ചറമ്മേന്റെ ക്ലാസ്സിൽ കയറി. ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിൽ ഞാൻ ക്ലാസ്സിൽ കയറി. ആ, ഞാൻ എന്താ എഴുതി വെച്ചിട്ടുണ്ട് പുസ്തകത്തില്, ആ, എനക്കത് സാധിച്ചു. ആ. പറയൂ. ഹായ് ടീച്ചറമ്മ. ആ, ഞാനും എല്ലാവരും പറയുന്ന പോലെ തന്നെ വീണാമ്മമായിട്ടുള്ള ഇന്റർവ്യൂ കേട്ടതിന് ശേഷമാണ് ഞാനും ഈ വന്നത്. ആ, ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിച്ച്. ഒത്തിരി ക്ലാസ്സുകളൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നു.
എങ്കിലും എങ്ങനെയാണെന്ന് മാമിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ അതിൻ്റെ അകത്തൊന്നും ഫോൺ നമ്പർ ഒന്നും കിട്ടിയൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് എപ്പോഴും ഒരു തവണ എനിക്കിങ്ങനെ കിട്ടിയതാണ്. അപ്പൊ പെട്ടെന്ന് അന്നേരം തന്നെ ഞാൻ ജോയിൻ ചെയ്തതാണ്. അതുപോലെ തന്നെ ഒത്തിരി ഇതുപോലെ തന്നെ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടായിരുന്നു, ഓവർ തിങ്കിങ് ആയിരുന്നു. അതെല്ലാം കുറഞ്ഞ് ഒത്തിരി ഹാപ്പിയായി. ഞാൻ ഈ നവംബറിൽ തന്നെയാണ് ജോയിൻ ചെയ്തത്. ഈയിടെല്ലാം ഒത്തിരി ഹെൽത്ത് ബ്ലെസ്സിങ്സ് ഉണ്ടായിരുന്നു. അതിന്നൊക്കെ റിക്കവറായി വരുന്നു. ഞാൻ മാം പറയുന്ന പോലെ തന്നെ എല്ലാം കണ്ടിന്യൂ ചെയ്ത് ട്രൈ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും റെനി മാമിന് നല്ലൊരു കാര്യം കൊടുക്കാം. സൂപ്പർ, സൂപ്പർ. യെസ്, ആലീസ് മാത്യു, അൺമ്യൂട്ട് പ്ലീസ്. യെസ്, ഹലോ, ഹായ് ടീച്ചറമ്മ. ഒരുപാട് സന്തോഷം എനിക്ക് അവസരം തന്നതിന്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എനിക്ക് എന്റെ മനസ്സിന് തോന്നുന്ന സമാധാനം. കാരണം ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. കുറച്ച് പ്രശ്നങ്ങളൊക്കെ വീട്ടില് ബ്ലെസ്സിങ്സ് ഉണ്ടായിരുന്നു റിലേഷൻഷിപ്പിൽ, എന്റെ ഹസ്ബൻഡുമായിട്ടുമല്ല, ഇൻലോസുമായിട്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ UAE-യിലാണെങ്കിലും ഇപ്പം എനിക്ക് ജോലിയില്ല, മക്കളായിട്ടില്ല. പക്ഷെ എങ്കിൽ ഈ പഴയ ട്രോമാസ് ഉള്ളതുകൊണ്ട് എനിക്ക് സമാധാനം എന്ന് പറഞ്ഞൊരു സാധനമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 കാര്യങ്ങള്, ഒന്ന് കുക്ക് ചെയ്യുന്നതും ഒന്ന് പള്ളിയിൽ പോകുന്നതുമായിരുന്നു. ഈ 2 കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും എനിക്ക് സന്തോഷമില്ല. ഇപ്പൊ രാവിലെ ഞാൻ എണീറ്റ് വരുമ്പം എനിക്ക് ബ്രെയിനിലേക്ക് തിരമാല അടിച്ചു വരുന്നത് പോലെ ഈ പഴയ ഓർമ്മകളാണ്. പക്ഷെ എന്റെ അമ്മ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, ഹസ്ബൻഡ് പോസിറ്റീവ്. അപ്പൊ പഴയതൊന്നും ഓർക്കണ്ട, മറക്ക്. അപ്പൊ പള്ളിയിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും ഇത് തന്നെയാണ്. പക്ഷെ പള്ളിയിൽ പോകുമ്പോ എത്രത്തോളം ഞാൻ സൈലന്റ് ആവുന്നോ, ഇത് ഓരോ പൊട്ടും പൊടിയും ഞാൻ ഓർക്കുവാണ്. ഇപ്പൊ എനിക്ക് എന്റെ ദേഹത്ത് സാത്താൻ കയറി, എനിക്ക് ഇതിനകത്തു നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, എനിക്ക് ഇതിനകത്തു നിന്ന് ഇറങ്ങണം, ഈ ഒരു മൈൻഡ് സെറ്റ്. എന്നിട്ട് മാം പറഞ്ഞ ആദ്യത്തെ ഒരു മാനിഫെസ്റ്റേഷൻ ലെറ്റർ, മൈൻഡ് ക്ലെൻസിങ് ലെറ്റർ എഴുതി കഴിഞ്ഞ ദിവസം തന്നെ എനിക്ക് പിറ്റേ ദിവസം തൊട്ട് ഞാൻ ഫ്രീ ആണ്, എന്റെ ശരീരം ഫ്രീ ആണ്. എനിക്ക് സത്യത്തിൽ എനിക്ക് എന്റെ ദേഹത്തുനിന്ന് ആരോ ഇറങ്ങിപ്പോയ ഒരു ഫീലിംഗ് സത്യത്തില്. ആണ് ഞാൻ വളരെ ഹാപ്പി. പിന്നെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഞാൻ കുറെ നാളുകൂടി കുർബാനയ്ക്ക് ഞാൻ സമാധാനമായിട്ട് ആ പ്രാർത്ഥനകളെല്ലാം കേട്ടത്. പള്ളിയിൽ പോയി ഞാൻ നിൽക്കുന്നല്ലാതെ ആ പ്രാർത്ഥനകളുടെ അർത്ഥമൊന്നും എന്റെ തലക്കകത്ത് കയറുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച കുർബാന ഞാൻ മനസമാധാനത്തോടെ അറ്റൻഡ് ചെയ്തു. അതിന് അമ്മയോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും എനിക്കറിയില്ല എന്റെ വാക്കുകൾ. താങ്ക് യു. സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആരാണ്? യെസ്, പ്ലാറ്റിനം ഗിരിജ ഭായ്. പുള്ളിക്കാരി എനിക്ക് എപ്പോഴും ഒരു ഇൻസ്പിറേഷൻ ആണ്. മാം ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഈ ക്ലാസ്സിൽ ഒരുപാട് പേര് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർ പോലും ഉണ്ട്. അപ്പൊ അവരൊക്കെ കേൾക്കട്ടെ. ആരാണ് ഗിരിജ? അതെ മേഡം, ഞാനൊരു 6 മണി ആയപ്പോ തൊട്ട് നോക്കിയിരിക്കും, ഇനി 8 മണിക്കല്ലേ മേഡത്തിനെ കാണാൻ പറ്റത്തുള്ളൂ. ഇന്ന് 6 മണി തൊട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുവായിരുന്നു ഞാൻ ഓരോന്ന് ഇങ്ങനെ മേഡത്തിന്റെ പഴയതൊക്കെ കേട്ടെ. എന്നാലും ഞാൻ ആലോചിച്ചു 8 മണിക്കല്ലേ ഇനി കാണാൻ പറ്റത്തുള്ളൂ, ഗോൾഡ് ക്ലാസ്സിലല്ലേ കാണാൻ പറ്റും. പുള്ളിക്കാരി പ്ലാറ്റിനം മെമ്പറാണ്. രാവിലെ എഴുന്നേക്കുന്നിടം മുതൽ രാത്രി വരെ എന്റെ കൂടെ ഇരിക്കുന്ന ആളാണ്. അത്രയും ആണ് മേഡം. അങ്ങനെ ഞാൻ നോക്കിയപ്പോ 7 മണി 7:05 ഒരു വെബിനാറിന്റെ ലിങ്ക് കിടക്കുന്നു. ഞാൻ പെട്ടെന്ന് കേറി ഫുഡ് കഴിക്കാൻ എടുത്ത സമയത്ത് അത് കണ്ടേ. അത് കഴിച്ചോണ്ടാണ് ഞാൻ മേഡത്തിന്റെ അടുക്കലോട്ട് വന്നത്. എനിക്ക് അത്രയ്ക്ക് ഹാപ്പിയായി കണ്ടു കഴിച്ചപ്പോ, സന്തോഷം. എന്നിട്ട് ഞാൻ കൈയിട്ടപ്പോ ഞാൻ വിചാരിച്ചോ പ്ലാറ്റിനത്തിലായതുകൊണ്ട് എന്നെ വിളിക്കത്തില്ലായിരിക്കും. കാരണം പക്ഷേ എനിക്ക് വിളിക്കാതിരിക്കാൻ തോന്നില്ല. ഭയങ്കര ഇൻസ്പിറേഷൻ. എല്ലാരും ഒരു കാര്യം മാം, പുള്ളിക്കാരി നമ്മുടെ പ്ലാറ്റിനത്തിലേക്ക് വരുന്നതിന് എന്നോട് പറഞ്ഞിരുന്ന ഒരു കാര്യം, മന്ത്ലി ഒരു 15,000 രൂപ ഏൺ ചെയ്തിരുന്നെടുത്തുനിന്ന് ഇപ്പൊ മാസം 2 ലക്ഷം രൂപയിൽ പുറത്ത് പുള്ളിക്കാരി ഏൺ ചെയ്യാൻ തുടങ്ങി. എല്ലാവരും നല്ലൊരു ഐഡിയ കൊടുക്കാം. എനിക്കിതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഓരോ സ്റ്റുഡൻസും ഇങ്ങനെ അവരുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യും. പിന്നെ ഫുൾ ടൈം ഹാപ്പിനെസ്. ബാക്കി ഗിരിജ മാം തന്നെ പറയും. ഇപ്പൊ എത്രയോ രാജ്യങ്ങളാണ് വിസിറ്റ് ചെയ്തു, അതിന്റെ ക്വാളിഫൈഡ് ആയി പറയും. അത് തന്നെയല്ല മേഡം, ഞാൻ ഒരു 25 വർഷത്തിന് മുൻപേ ചിരിക്കാൻ മറന്നുപോയ ഒരു വ്യക്തിയാ. കാരണം എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷമായി. ഞാൻ ചിരി എങ്ങനെയാന്നുള്ളത് ഞാൻ അങ്ങ് മറന്നേ പോയായിരുന്നു. പിന്നെ മേഡത്തിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ചിരിക്കാൻ തുടങ്ങി. സത്യസന്ധമായിട്ട് പറയുക, അത്ര ഞാൻ ഓൾറെഡി നെഗറ്റീവ് ആയിരുന്നു. പോസിറ്റീവിലേക്ക് വന്ന് എനിക്കിപ്പോ സന്തോഷമായിട്ടൊന്ന് ചിരിക്കാൻ പറ്റുന്നു. അത് തന്നെ ഏറ്റവും വലിയ കാര്യം. പിന്നെ എന്റെ സക്സസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സക്സസ് മാഡം. മേഡത്തിന് അറിയാമല്ലോ, ഞാൻ അതിന്റെ കൂടെ എനിക്ക് ഒരു ഹെൽത്ത് ബ്ലെസ്സിങ് നേരത്തെ ഉണ്ടായിരുന്നു. അതായത് എനിക്ക് വണ്ടി ഓടിക്കുമ്പോ കൈകൾ പെരുക്കും. 2 വീലർ ഞാൻ ഒരിക്കലും മാഡത്തിനോട് അത് പറഞ്ഞ 2 വീലർ ഓടിക്കുമ്പോ എനിക്ക് കൈ പെരുത്തിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടുന്ന് 15-20 കിലോമീറ്റർ ഉണ്ട് കായംകുളം ഞങ്ങളുടെ ഓഫീസിൽ പോയി. അപ്പൊ ഇതിനോടകം 3 പ്രാവശ്യം വണ്ടി എവിടെങ്കിലും നിർത്തി സൈഡിൽ നിന്ന് കൈയൊക്കെ തിരുമ്മി ഇട്ടായിരുന്നു വണ്ടി ചെയ്തോണ്ടിരുന്നത്. പക്ഷെ മേഡത്തിന്റെ ക്ലാസ്സിൽ വന്ന് ഈ ക്ലെൻസിങ് ലെറ്റർ ഒക്കെ, മൈൻഡ് ക്ലെൻസിങ് ലെറ്റർ ഒക്കെ എഴുതി കഴിഞ്ഞു
ഇതെന്താ ഇപ്പൊ എനിക്കത് അറിയത്തില്ല. നമ്മൾ അന്നേ അവിടെ അത് എവിടെ പോയെന്ന് അറിയാൻ പറ്റില്ലേ? എവിടെ പോയെന്ന് എനിക്ക് അറിയില്ല. അതുപോലെ തന്നെ ഡിസ്കിന്റെ വേദന, മുട്ടിന്റെ വേദന, അന്നൊക്കെ എനിക്ക് ഒന്ന് മുറുക്കം നടക്കാനൊക്കെ ഭയമായിരുന്നു. ഇന്ന് ഞാൻ മാഡത്തിന്റെ ഡാൻസ് ഒക്കെ തുള്ളിച്ചാടി ഡാൻസ് ചെയ്യും. രാവിലെ മുതൽ രാത്രി വരെ എല്ലാ ക്ലാസ്സിലും ഡാൻസ്. എത്ര പ്രാവശ്യമാ എനിക്ക് തന്നെ അറിയത്തില്ല എങ്ങനെ എനിക്ക് ഈ മാറ്റം വന്നെന്ന് എനിക്കറിയത്തില്ല. അതിന് ഞാൻ ഇന്ന് അങ്ങനെ സന്ധ്യക്ക് ഇരുന്നപ്പോ ചേടാ 8 മണി ആയിരുന്നെങ്കിൽ ക്ലാസ്സിൽ കയറായിരുന്നല്ലോ, 8 മണിയായി. അന്നേരമോ മാഡത്തിന് ലിങ്ക് കണ്ടത് ഞാൻ കയറിയത്. വെറുതെ ഞാൻ ഹാൻഡ് റൈസ് ഇട്ടതാ. എന്നെ വിളിക്കുവോ പ്ലാറ്റിനും അതുകൊണ്ട് വിളിക്കത്തില്ലായിരിക്കും, പുതിയ ആളുകളെ ആയിരിക്കും വിളിക്കുന്നതെന്ന് വിചാരിച്ചു. എന്റെ മാഡം എനിക്ക് ഇവരോട് പറയാൻ ഒന്നുമില്ല, ഒരു വാചകവും ഇല്ല. കാരണം ഞാൻ ഈ സാധാരണക്കാരിയെ ഞാൻ ലണ്ടൻ, പാരീസ്, വിയറ്റ്നാം, അബുദാബി, ഇനി കാണാൻ രാജ്യം എന്റെ ജീവിതത്തിൽ ഇതുവല്ല നടക്കുമെന്ന് വിചാരിച്ചാണോ? ഇതെല്ലാം പോയി കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ലേ? അതെല്ലാം ഇവിടെ വന്നതിന് ശേഷം, മാഡത്തിന്റെ കൂടെ കൂടിയതിന് ശേഷം മാത്രമാണ് ഇതെല്ലാം. എനിക്ക് ഇവരോട് പറയാനൊന്നുമില്ല. ഏറ്റവും എളുപ്പം പ്ലാറ്റിനത്തിലോട്ട് ഞാൻ മറ്റേതും പറയുന്നില്ല, സിൽവറും പറയത്തില്ല. ഈ ഇരിക്കുന്നവരെല്ലാം പ്ലാറ്റിനത്തിലെത്തണമെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം സിൽവറൊക്കെ അതിനകത്ത് ഓൾറെഡി ഉണ്ട്. അതെ. പ്ലാറ്റിനം എന്ന് പറഞ്ഞാൽ അമേസിംഗ് ആ മാഡം. സത്യം പറഞ്ഞാൽ രാവിലെ ഒരുപാട് തിരക്കാണെങ്കിലും 7:30, 7:45 വരെ മാഡത്തിന്റെ കൂടി ഇരിക്കും. പിന്നെ നോക്കുമ്പോഴായിരിക്കും സമയം അയ്യോ ദൈവം ഇത്രയും പോയോന്ന് അറിയാതെ ഇരുന്ന് പോകും മാഡം. സത്യസന്ധമായിട്ട് പറയാ, എനിക്ക് ഒരു ദിവസം മാഡത്തിന്റെ ശബ്ദം ജോലി തിരക്കാണെങ്കിൽ വീഡിയോ ഓഫ് ചെയ്തിട്ടാണേലും അത് കേൾക്കണം. കേട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം എന്റെ പോക്ക. രാവിലെ തൊട്ട് മാഡത്തിനെ കാണുകയോ കേൾക്കുകയോ ചെയ്തില്ലെങ്കിൽ പോക്കാ. അന്നത്തെ ദിവസം പോയി. ഞാൻ ഇത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ചുമ്മാ ഇട്ടതാ മാഡം, അല്ലാതെ വേറെ ഒന്നുമല്ല. മാഡം ഇനി എന്നെ വിളിക്കുവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം എല്ലാവരും പുതിയ ആളുകളല്ലേ ഇരിക്കുന്നത്. അപ്പൊ എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുക പ്ലാറ്റിനത്തിലോട്ട്. കാരണം അത് അവര് അനുഭവിച്ചറിയണം, ഞാൻ അനുഭവിച്ചറിയുന്ന കൂട്ട് അവരും അനുഭവിക്കണം അത് ജീവിതത്തില്. മാറ്റങ്ങൾ എന്ന് പറയുമ്പം അമേസിങ്, നമുക്ക് പറയാൻ എനിക്ക് വാക്കുകളില്ല. അത്രയ്ക്ക് ഗ്രേറ്റ്ഫുൾ ആ ഞാൻ മാഡത്തിനോട്. എനിക്ക് നന്ദി പറയാൻ മാഡത്തിനോട് നന്ദി കൊണ്ട് പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനം, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് മേലെ ഒരു വാക്കില്ലാത്തോണ്ട് ഞാൻ പറയുന്നില്ല. സത്യം മാഡം, അത്രയ്ക്ക് എനിക്ക് എന്റെ മാഡം സത്യം.